ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവർ പരിഗണനയിൽ. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാംനാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി കെ രാജൻ. BJP RSS ക്രിമിനലുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മന്ത്രി ആർ ബിന്ദു. റാംനാരായണന്റെ മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ 2ാം പ്രതി മാർക്കിന്റെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റിൽ. തൃശൂർ, എറണാകുളം, ആലപ്പുഴ സ്വദേശികളാണ് പിടിയിലായത്. ലക്കിടി മിത്രാനന്തപുരത്ത് സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവില്ലോമല ഒരലാശ്ശേരി സ്വദേശി ശരണ്യ, മകൾ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. ബീച്ച് റോഡിൽ സാഹസികമായി വാഹനമോടിച്ച ഷജീറാണ് അറസ്റ്റിലായത്. തൃശൂർ നഗരമധ്യത്തിൽ വൻ തീപിടുത്തം. ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും കത്തി. വാർത്തകളിലേക്ക് വിശദമായി. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ പദവി സംബന്ധിച്ച് കോൺഗ്രസിൽ തീരുമാനം വൈകുന്നു. പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നെങ്കിലും തീരുമാനമെടുക്കാൻ നേതൃത്വത്തെ ചുമതലപ്പെടുത്തി. ആദ്യ ടേമിൽ മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസിന്റെ പേരിനാണ് മുൻതൂക്കമെങ്കിലും ഷീന ചന്ദ്രൻ, ശ്യാമള മുരളീധരൻ, നിജി ജസ്റ്റിൻ, സുബി ബാബു എന്നിവരുടെ പേരുകളും സജീവ ചർച്ചയിലുണ്ട്. സാമുദായിക പരിഗണനയാണ് തീരുമാനം വൈകുന്നതിന് കാരണം. മേയർ ആരാകും എന്നതിനെ ആശ്രയിച്ചാകും ഡെപ്യൂട്ടി മേയർ സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. A. പ്രസാദ്, ബൈജു വർഗീസ് എന്നിവരിലൊരാൾക്ക് ആദ്യം നറുക്കു വീഴുമെന്നാണ് സൂചന. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാംനാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. തൃശൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ റാംനാരായണന്റെ ബന്ധുക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത്. കേസ് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്ന് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായം നൽകുന്നത് ഗൗരവമായി പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ച സാഹചര്യത്തിൽ റാംനാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് കുടുംബം അറിയിച്ചു. ബംഗ്ലാദേശി എന്ന് വിളിച്ചുകൊണ്ടുള്ള ആക്രമണം നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും. അതിഥി തൊഴിലാളികൾക്ക് എല്ലാ പരിരക്ഷയും നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്നും മന്ത്രി പറഞ്ഞു. അതിഥി തൊഴിലാളിയായിട്ടുള്ള റാംനാരായണന്റെ ദൗർഭാഗ്യകരമായിട്ടുള്ള കൊലപാതകത്തെ തുടർന്ന് വളരെ ഗൗരവത്തോടുകൂടി ആ പ്രശ്നം കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അവരുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെയായി രാവിലെ ഗവൺമെന്റിന് വേണ്ടി ചർച്ച നടത്തുകയുണ്ടായി. ഒരു കാര്യം ഉറപ്പ് നൽകിയിട്ടുണ്ട്. കേരളം സാധാരണ നിലയിൽ കോവിഡ് ഉൾപ്പെടെയുള്ള കാലത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ അതിഥി തൊഴിലാളികളായി കണക്കുകൂട്ടുന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ അതിഥി തൊഴിലാളികളായി കേരളത്തിലെത്തിച്ചേരുന്ന മുഴുവൻ തൊഴിലാളികൾക്കും കേരളത്തിലെ തൊഴിലാളികളുടെ പരിരക്ഷ കൊടുക്കുന്ന ഒരു കേരളമാണിത് എന്നുള്ളതുകൊണ്ട് രാംനാരായണന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തെ ഏതെല്ലാം വിധത്തിൽ ആശ്വസിപ്പിക്കാനും സഹായിക്കാനും പറ്റുമോ അതെല്ലാം ആ വിധത്തിൽ തന്നെ ചെയ്യും എന്നവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് IPSകാരനായിട്ടുള്ള SP തന്നെ നേതൃത്വത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. 5 പേരെ ഇപ്പോൾ കുറ്റവാളികളായിട്ടുള്ള 5 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നാളെ ഒരു കാരണവശാലും കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ SC/ST അട്രോസിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് തന്നെ ഏറ്റവും ഗൗരവമായ അന്വേഷണം നടത്തും. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ട കൊലപാതകത്തിനിരയെ അതിഥി തൊഴിലാളിയുടെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. അതിഥി തൊഴിലാളികളുടെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്നും മന്ത്രി വ്യക്തമാക്കി. BJP RSS ക്രിമിനലുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ നടത്തും. ഉചിതമായ നഷ്ടപരിഹാരവും നൽകുമെന്ന് കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ആൾക്കൂട്ട കൊലപാതകം എന്ന് സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കില്ല. BJP RSS ക്രിമിനലുകളാണ് അതിൽ മുൻകൈയെടുത്ത് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സുവ്യക്തമാണ്. അങ്ങനെ തന്നെ അത് പറയേണ്ടതുണ്ട്.
തീർച്ചയായും ആ കുടുംബത്തോടൊപ്പമാണ് സർക്കാർ. മുഖ്യമന്ത്രി തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് വേണ്ടുന്ന എല്ലാ സംരക്ഷണവും അതുപോലെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും അതോടൊപ്പം തന്നെ വളരെ ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരവും നൽകും എന്ന് ഇതിനകം അവരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടാക്രമണത്തിൽ കൊല്ലപ്പെട്ട രാംനാരായണൻ ഭാഗേലിന്റെ മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യ അറിയിച്ചു. ചൊവ്വാഴ്ച രാവിലെ കൊച്ചിയിൽ നിന്ന് മൃതദേഹം റായ്പൂരിലേക്ക് കൊണ്ടുപോകും. കേരളത്തിലെത്തിയ രാംനാരായണന്റെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള 7-അംഗ സംഘവും വിമാനമാർഗം കൊച്ചിയിൽ നിന്ന് റായ്പൂരിലേക്ക് പോകും. റായ്പൂരിൽ നിന്ന് ഛത്തീസ്ഗഡിലെ ഗ്രാമത്തിലേക്ക് എത്തിക്കാനുള്ള ആംബുലൻസ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അർഹതപ്പെട്ട ധനസഹായം എത്രയും വേഗം കുടുംബത്തിന് ലഭിക്കുന്നതിനുള്ള നടപടികൾ പാലക്കാട് ജില്ലാ ഭരണകൂടം സ്വീകരിക്കും. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. തൃശൂർ സിറ്റി പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ സ്വദേശികളാണ് അറസ്റ്റിലായത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് 3 പ്രതികൾക്കെതിരെ കേസെടുത്തത്. 200-ലേറെ സൈറ്റുകളിൽ പങ്കുവച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. വീഡിയോ ഷെയർ ചെയ്തവർക്കെതിരെയും കേസെടുക്കും. 100ഓളം സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ നിന്നും വീഡിയോ മാറ്റണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ 3 പേരും മാറ്റിയിട്ടില്ലെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. തിരുവല്ലോമല ലക്കിടി മിത്രാനന്തപുരത്ത് ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് സ്കൂട്ടർ യാത്രികരായ അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവല്ലോമല ഒരല്ലാശ്ശേരി മാണിയങ്ങാട്ട് ഉന്നതിയിലെ 29 വയസ്സുള്ള ശരണ്യ, മകൾ 5 വയസ്സുകാരി ആദ്യശ്രീ എന്നിവരാണ് മരിച്ചത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന സ്കൂട്ടറിന്റെ പുറകിൽ ടിപ്പർ വന്നിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ അമ്മയുടെയും മകളുടെയും ശരീരത്തിലൂടെ ടിപ്പർ കയറിയിറങ്ങുകയായിരുന്നു. സ്കൂട്ടർ ഓടിച്ചിരുന്ന ശരണ്യയുടെ പിതൃ സഹോദരൻ മോഹൻദാസിന് പരിക്കേറ്റു. ഇയാളെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പടിഞ്ഞാറെ ചാലക്കുടിയിൽ വനം വകുപ്പിന്റെ ഡിപ്പോയിൽ തടി ഇറക്കുന്നതിനിടെ അപകടത്തിൽ പരിക്കേറ്റ തൊഴിലാളി മരിച്ചു. പടിഞ്ഞാറെ ചാലക്കുടി സ്വദേശി ചോമാട്ടി വീട്ടിൽ 64 വയസ്സുള്ള ബാബുവാണ് മരിച്ചത്. തടി ഇറക്കുന്നതിന് കെട്ടിയ വടത്തിന്റെ കുറ്റി ബാബുവിന്റെ തലയിൽ തട്ടുകയായിരുന്നു. ബോധരഹിതനായി വീണ ഇയാളെ ഉടനെ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. ചന്ദ്രാപിന്നി ചാമക്കാല രാജീവ് റോഡ് ബീച്ചിൽ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർക്കെതിരെ കുറ്റകരമായ നരഹത്യാ വകുപ്പ് ചേർത്ത് കേസെടുത്തു. കേസിൽ സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട സദ്ദാം എന്നറിയപ്പെടുന്ന ഷജീർ അറസ്റ്റിലായി. ഞായറാഴ്ച വൈകിട്ടായിരുന്നു കേസിനാസ്പദമായ സംഭവം. ബീച്ച് റോഡിൽ സാഹസികമായി ജിപ്സി വാഹനം ഓടിക്കുന്നതിനിടയിൽ വാഹനം മറിഞ്ഞ് പുറകിലുണ്ടായിരുന്ന ചാമക്കാല സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ മുഹമ്മദ് സിനാൻ മരണപ്പെട്ട സംഭവത്തിലാണ് നടപടി. കയ്പമംഗലം SI-മാരായ TV ഋഷിപ്രസാദ്, T ജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃശൂർ നഗരമധ്യത്തിൽ വൻ തീപിടുത്തം. ഒരു വീട് പൂർണ്ണമായും 2 വീടുകൾ ഭാഗികമായും കത്തി. ദിവാൻജി മൂലയ്ക്ക് സമീപം വീടുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശത്ത് തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. കല്ലുപറമ്പിൽ നജ്മയുടെ വീടാണ് പൂർണ്ണമായി കത്തിയത്. സമീപത്തുള്ള അബ്ദുൾ ഫരീന, സൽമ എന്നിവരുടെ വീടുകളും ഭാഗികമായി കത്തിയിട്ടുണ്ട്. നജ്മയുടെ വീട്ടിൽ താമസക്കാരുണ്ടായിരുന്നില്ല. സമീപത്ത് കൂട്ടിയിട്ടിരുന്ന മാലിന്യങ്ങളിൽ നിന്നാണ് വീടുകളിലേക്ക് തീ പടർന്നത്. അഗ്നിരക്ഷാസേനയുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് 12ഓളം വീടുകളുള്ള പ്രദേശത്ത് വൻ അപകടം ഒഴിവായത്. ഫയർ സ്റ്റേഷൻ ഓഫീസർ വൈശാഖ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരികുമാർ, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ അജിത് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരിയെ മർദ്ദിക്കുകയും വാതിൽ തകർക്കുകയും ചെയ്ത കേസിൽ പ്രതി അറസ്റ്റിൽ. മൂർക്കനാട് ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായ മനുവാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. ഇരിങ്ങാലക്കുട SHO MK ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. തൃപ്രയാറിൽ KSRTC ഡ്രൈവറെ ആക്രമിച്ചതായി പരാതി. ഗുരുവായൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോയിരുന്ന KSRTC ബസ് ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്ന് ഗുരുവായൂരിലെ ഡിപ്പോയിൽ നിന്നും വന്ന ഷണ്ടിംഗ് ഡ്രൈവറും ഗുരുവായൂരിലെ KST എംപ്ലോയീസ് സംഘ് യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ ബൈജുവിനെയാണ് തൃപ്രയാറിൽ വെച്ച് യാതൊരു പ്രകോപനവുമില്ലാതെ യുവാവ് മർദ്ദിച്ചത്. ബസിന്റെ പഞ്ചറായ മുൻവശത്തെ ടയർ മാറ്റുന്നതിന് മെക്കാനിക്കിനെ സഹായിക്കുന്നതിനിടെയായിരുന്നു മർദ്ദനം. ബൈജുവിനെ നിസ്സാര പരിക്കുകളോടെ വലപ്പാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രനടയിലെ 3 വലിയ മരങ്ങൾ ദേവസ്വം മുറിച്ചു മാറ്റിയത് ഭക്തർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി. നീർക്കാക്കകളുടെ ശല്യം ഒഴിവാക്കാനാണ് മരങ്ങൾ മുറിച്ചത്. തെക്കേ നടയിൽ ആനകളെ തളയ്ക്കുന്ന ഭാഗത്തെ മാവ്, പുളി, അത്തി എന്നീ മരങ്ങളാണ് മുറിച്ചു മാറ്റിയത്. പക്ഷിശല്യത്തെ തുടർന്ന് മരങ്ങൾക്ക് താഴെ ആനകളെ തളയ്ക്കാൻ പാപ്പാന്മാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മരങ്ങൾ മുറിച്ചതെന്നാണ് ദേവസ്വം അധികൃതർ പറയുന്നത്. എന്നാൽ പക്ഷിശല്യം പരിഹരിക്കുന്നതിന് പകരം മരങ്ങൾ മുറിച്ചു മാറ്റിയത് പ്രതിഷേധാർഹമാണെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഗുരുവായൂർ യൂണിറ്റ് സെക്രട്ടറി രമേശ് പുത്തൂർ പറഞ്ഞു. ഇവിടെ തെക്കേ നടയിൽ നമ്മുടെ കൂവളത്തിന്റെ തൊട്ടടുത്ത് ഒരു
4 മരങ്ങൾ, ഒരു പുളി, ഒരു മാവ്, ഒരു അത്തി, ഇത്രയും സാധനങ്ങൾ അവരൊന്ന് മുറിച്ച് നീക്കണ്ടായി. ഇത് പക്ഷി മൂടത്തെ നീർക്കാക്കകൾ വന്നിരുന്ന് അവിടെ പരിസരം വൃത്തിയാക്കുന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇന്ന് അവിടെ ചെയ്തത്. പക്ഷേ ഈ നീർക്കാക്കകളെ ഓടിക്കാൻ പ്രകൃതി ആയിട്ടുള്ള ആൾക്കാരും പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആൾക്കാരുണ്ട്. അവരൊക്കെ കൂടിയാലോചിച്ചും ഫോറസ്റ്റിൻ്റെ ആൾക്കാരായിട്ട് കൂടിയാലോചിച്ചും ആ മരങ്ങൾ മുറിക്കുമായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഗുരുവായൂർ നഗരസഭയിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത 2 മുസ്ലിം ലീഗ് കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. 15-ാം വാർഡിലെ അബ്ദുൾ റഷീദ് കുന്നിക്കൽ, 23-ാം വാർഡിലെ നൌഷാദ് അഹമ്മു എന്നിവർക്കെതിരെ കേരള കോൺഗ്രസ് എം നേതാവ് RH അബ്ദുൾ സലീമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. സത്യപ്രതിജ്ഞാ നിയമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ സത്യവാചകം ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ കൗൺസിലർമാർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നുവെന്നോ ഈശ്വരനാമത്തിൽ അല്ലെങ്കിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നോ ആണ് നിയമം അനുശാസിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. ഇത് ലംഘിച്ച് അള്ളാഹുവിന്റെ പേരിലാണ് 2 പേരും സത്യപ്രതിജ്ഞ ചെയ്തത്. ഹർജി തീർപ്പാക്കുന്നതുവരെ ഇരുവരെയും കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് മാറ്റി നിർത്താൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകണമെന്നും പരാതിയിലുണ്ട്. VC നിയമനത്തിൽ സർക്കാർ ഗവർണർ സമവായത്തെ ന്യായീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമവായത്തിന് സർക്കാർ ശ്രമിച്ചെങ്കിലും അനുരഞ്ജനത്തിന് ചാൻസലർ തയ്യാറായില്ല. കേരളത്തിലെ കുട്ടികൾക്ക് അന്തർദേശീയ നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് മുഖ്യമന്ത്രി എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അനുരഞ്ജന രീതിയിലേക്ക് ചാൻസലർ വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് സമവായം ഉണ്ടാകണം എന്നുള്ള ഒരു സന്ദർഭം ഉണ്ടാകണ്ടേ? സമവായം ഇതുവരെ നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ലല്ലോ. ചാൻസലർ അതിനൊട്ടും തയ്യാറായിട്ടില്ലല്ലോ. സംസ്ഥാന ഗവൺമെന്റ് പറയുന്നത് ശ്രവിക്കാനോ ഏതെങ്കിലും വിധത്തിൽ അനുരഞ്ജനാത്മകമായ വഴിയിലൂടെ പോകാനോ ചാൻസലർ തയ്യാറായിരുന്നില്ലല്ലോ. എത്രയോ തവണ ഞാനും രാജു മിനിസ്റ്ററും അദ്ദേഹത്തെ പോയി കണ്ട് സംസാരിച്ചു. വളരെ വേദനയോടുകൂടി തന്നെയാണ് ഞാനിത് പറയുന്നത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്ന് കൈക്കൂലി വാങ്ങിയ പണവുമായി എക്സൈസ് ഇൻസ്പെക്ടറെ വിജിലൻസ് സംഘം പിടികൂടി. ചാലക്കുടി എക്സൈസ് റേഞ്ച് ഓഫീസിലെ റേഞ്ച് ഇൻസ്പെക്ടർ വലക്കാവ് സ്വദേശി ഹരീഷാണ് പിടിയിലായത്. പരിശോധനാ സംഘത്തെ കണ്ട് ഇയാൾ കാറിൽ നിന്ന് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ 32,500 രൂപ വിജിലൻസ് സംഘം കണ്ടെടുത്തു. ഹരീഷ് ബാർ ഉടമകളിൽ നിന്നും കള്ളുഷാപ്പ് കോൺട്രാക്ടർമാരിൽ നിന്നും മാസപ്പടിയായി തുക കൈപ്പറ്റാറുണ്ടെന്നും ഇയാൾ താമസിക്കുന്ന ഫ്ളാറ്റിൽ നിന്നും വീട്ടിലേക്ക് കാറിൽ പോകുന്ന ദിവസങ്ങളിൽ വഴിയിൽ വെച്ചാണ് കൈക്കൂലി വാങ്ങാറുള്ളതെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 1 മാസമായി വിജിലൻസ് ഹരീഷിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ആമ്പല്ലൂരിൽ ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്കേറ്റു. കല്ലൂർ ഞെല്ലൂർ സ്വദേശി വട്ടക്കുഴി നിൽസൺ, വരന്തരപ്പള്ളി കോരനടി സ്വദേശി കുളങ്ങര വീട്ടിൽ ബിജോ എന്നിവർക്കാണ് പരിക്കേറ്റത്. അളഗപ്പ നഗർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപമായിരുന്നു അപകടം. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊയ്യയിൽ ഭക്ഷണശാലയ്ക്ക് തീപിടിച്ചു. KRR എന്ന പേരിലുള്ള സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മുകളിൽ കുടുങ്ങിയവരെ താഴെ ഇറക്കിയത്. ഭക്ഷണശാല പൂർണ്ണമായി കത്തി നശിച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് അനധികൃത മദ്യവിൽപ്പന നടത്തിയ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കണ്ണങ്കുഴിയിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻ സൈറ്റ് റിസോർട്ടിലെ ജോലിക്കാരനായ വെറ്റിലപ്പാറ സ്വദേശി മേച്ചേരി വീട്ടിൽ ബിജുവാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 3 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. അതിരപ്പള്ളി SHO മനീഷ് പൗലോസ്, SI മാർട്ടിൻ, ASIമാരായ ഷിജു, ഷാജു, CPOമാരായ ഫിബിൻ, സഹദേവൻ, ശ്രീകുമാർ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. യൂബർ ടാക്സിയുടെ മറവിൽ രാസലഹരി കേരളത്തിലേക്ക് കടത്തുന്ന മൊത്തവിതരണക്കാരൻ പിടിയിൽ. രാമനാട്ടുകര സ്വദേശി നേവി അതുൽ എന്ന അതുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് ബാംഗ്ലൂരിൽ നിന്നും പിടികൂടിയത്. ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നും MDMA പിടിയിലായ പ്രതികൾക്ക് MDMA എത്തിച്ചു നൽകിയ മൊത്തവിതരണക്കാരനാണ് ഇയാൾ. ചാവക്കാട് നഗരത്തിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. മുല്ലത്തറ മുതൽ ബസ് സ്റ്റാൻഡ് വരെയാണ് വലിയ ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. ചേറ്റുവ ബൈപ്പാസിലെ കാന തകർന്നതുമൂലം ഒരു ഭാഗത്തേക്ക് മാത്രമേ വാഹനങ്ങൾ കടന്നുപോകുന്നുള്ളൂ. ഇതുമൂലം ചേറ്റുവ ബൈപ്പാസിൽ ഗതാഗതക്കുരുക്കുണ്ടായതോടെ ഏനാമാവ് റോഡിലെ വൺ വേ ഒഴിവാക്കി ഇരുഭാഗത്തേക്കും വാഹനം കടത്തിവിട്ടു. ഇത് കൂടുതൽ ഗതാഗതക്കുരുക്കിനിടയാക്കി. ചാവക്കാട് സെന്റർ മുതൽ ഏനാമാവ് റോഡിലാണ് കൂടുതൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാവുന്നത്. ചേറ്റുവ ബൈപ്പാസിലെ കാന നിർമ്മാണം മൂലം ആഴ്ചകളോളം റോഡിന്റെ ഒരു ഭാഗം അടച്ചിരുന്നു. ഈ സമയം ഗതാഗതക്കുരുക്ക് രൂക്ഷമായിരുന്നു. എന്നാൽ റോഡ് പണി പൂർത്തീകരിച്ച് തുറന്നപ്പോഴാണ് കാനയുടെ സ്ലാബ് തകർന്നത്. തകർന്ന സ്ലാബ് വീണ്ടും പണിയാനായി റോഡിന്റെ ഒരു ഭാഗം അടച്ചു. ഇത് നഗരത്തിൽ വീണ്ടും ഗതാഗതക്കുരുക്കിനിടയാക്കി.
നഗരത്തിലെ ഗതാഗതം നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, ചാവക്കാട്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിനെതിരെ LDF ജില്ലാ കമ്മിറ്റി തൃശൂർ AG's ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ഭൂവുടമകളുടെയും കോർപ്പറേറ്റുകളുടെയും താൽപര്യത്തിനു വേണ്ടിയാണ് പദ്ധതി അട്ടിമറിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ അധ്യക്ഷത വഹിച്ചു. MLAമാരായ P ബാലചന്ദ്രൻ, KK രാമചന്ദ്രൻ, സേവ്യർ ചിറ്റിലപ്പള്ളി, VR സുനിൽകുമാർ, CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, LDF ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, ഘടകകക്ഷി നേതാക്കളായ ജെയ്മോൻ ചാക്കുണ്ണി, CR വത്സൻ, CT ജോഫി, ജെയിംസ് മുട്ടിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചേരുംകുഴി ആശാരിക്കാട് ട്രസ് പണിക്കിടെ വീടിന് മുകളിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ആശാരിക്കാട് വെള്ളച്ചാൽ സ്വദേശി പള്ളിക്കുന്നേൽ വീട്ടിൽ ആന്റണിയുടെ മകൻ മോനായി എന്ന് വിളിക്കുന്ന 33 വയസ്സുള്ള രഞ്ജുവാണ് മരിച്ചത്. ട്രസ് പണിക്കിടെ താഴെ വീണ് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രഞ്ജു 1 മാസത്തോളം തൃശൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച മാന്നാമംഗലം സെന്റ് ജോൺ മരിയ വിയാന പള്ളി സെമിത്തേരിയിൽ നടത്തി. രാജ്യത്ത് ഔഷധ സാക്ഷരത കൈവരിക്കുന്നതിൽ ഫാർമസിസ്റ്റുകളുടെ പങ്ക് വളരെ വലുതാണെന്ന് റവന്യൂ മന്ത്രി K രാജൻ പറഞ്ഞു. തൃശൂരിൽ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ 35ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വർദ്ധിച്ചുവരുന്ന അശാസ്ത്രീയമായ മരുന്നുപയോഗം തടയുന്നതിന് ഇതിലൂടെ പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി 350ഓളം തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. KPPA സംസ്ഥാന പ്രസിഡന്റ് KV പങ്കജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗലീലിയോ ജോർജ്, ഫാർമസി കൗൺസിൽ മെമ്പർമാരായ ജാസ്പിമോൾ A സണ്ണി, KP ദിലീപ് കുമാർ, TP രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ജനകീയ അംഗീകാരത്തിന്റെ തിളക്കവുമായി തദ്ദേശ ജനപ്രതിനിധികൾ മനസ്സ് തുറക്കുന്നു. മെമ്പർ സ്പീക്കിംഗ്. തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ തന്റെ വികസന കാഴ്ചപ്പാടുകളും സ്വപ്ന പദ്ധതികളും TCVയുമായി പങ്കുവയ്ക്കുന്നു. തിരുവമ്പാടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച NDAയുടെ അഡ്വക്കേറ്റ് M രേഷ്മ മേനോനാണ് ഹൈക്കോടതിയിൽ നിന്ന് കൗൺസിലെത്തുന്നത്. പച്ചക്കറിക്കായ തട്ടിൽ ഒരു മുത്തശ്ശി പൊട്ടറ്റോ ചൊല്ലി, കുഞ്ഞോളെ കുമ്പാളി മാമുണ്ട് ചാഞ്ചാട്. ഒരു പാട്ടുകാരിയാണ്, വക്കീലാണ്, ഇപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തക കൂടിയാണ്. എങ്ങനെയാണ് ഇതിലോട്ടുള്ളൊരു കടന്നുവരവ്? പാട്ടുകാരി ഒന്നുമല്ല, ഞാൻ ഹോബിയാണ് എൻ്റെ. പാട്ടും ഡാൻസും ഒക്കെ ഞാൻ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ അഡ്വക്കസി പ്രൊഫഷനാണ്. രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളെ സേവിക്കാൻ, ജനങ്ങളിൽ ഒരാളായിട്ട് കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വിജയപ്രതീക്ഷ എത്രത്തോളം ഉണ്ടായിരുന്നു? 100%, 101% എന്ന് പറയാം. കാരണം അത്രയും ആൾക്കാർ നമ്മളെ സപ്പോർട്ടും ചെയ്യണം, നമ്മൾ അത്രയും നമുക്ക് വേണ്ടി അത്രയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീട്ടിലും പോകുമ്പോൾ നമുക്കുള്ള സ്വീകാര്യത കാണുമ്പോൾ നമുക്കറിയാലോ എത്രത്തോളം നമ്മൾ വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന്. നല്ല രീതിയിൽ വിജയിക്കുമെന്ന് അറിയായിരുന്നു. എല്ലാവരുടെയും ആവശ്യം ഒരു യൂത്ത് മുന്നോട്ട് വരണം എന്നുള്ളത് തന്നെയായിരുന്നോ? അവരുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നപ്പോൾ വോട്ടൊക്കെ അഭ്യർത്ഥിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ വീട്ടിലും വയസ്സായ ആൾക്കാരാണ് കൂടുതൽ. അവർക്കപ്പോൾ ഒരു പുതിയൊരു കുട്ടി, ഒരു യൂത്തായ ഒരാൾ വരുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനും, അവർ വിളിക്കുമ്പോൾ നമുക്ക് ടപ്പേ പോവാനും അപ്ഡേറ്റഡ് ആയി പറ്റുന്ന ഒരാൾ. എന്തൊക്കെയാണ് ഇവിടെ ജയിച്ചതുകൊണ്ട് തന്നെ ഇനി കൗൺസിലായിട്ട് വരുമ്പോൾ എന്ത് കാര്യങ്ങളാണ് ചെയ്യാൻ ഫസ്റ്റ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് BJP തന്നെയായിരുന്നു. അപ്പോൾ ഈ ടൈൽ വിരിച്ചതൊക്കെ നമ്മൾ ഇപ്പോൾ വെള്ളക്കെട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. സോ അതേപോലെ തന്നെ നേരത്തെ ചെയ്തു വെച്ച് കുറേ ഫയൽസുകൾ ഇനി പാസ്സായതൊക്കെ ഒന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും, പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വയസ്സായ ആൾക്കാർക്കും, പിന്നെ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആൾക്കാർക്ക് എന്താ ഓരോ വീട്ടിൽ പോയിട്ട് അന്വേഷിക്കല്ല, ചോദിച്ച് സംസാരിച്ച് എന്തൊക്കെ അവരുടെ പ്രശ്നം മനസ്സിലാക്കിയിട്ട് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാനുമാണ് നോക്കുന്നത്. ജനമനസ്സറിയുന്ന നാടിൻ്റെ സ്വന്തം അഡ്വക്കേറ്റ് രേഷ്മ മേനോൻ. ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ പട്ടിക അത്ര ചെറുതല്ല നമ്മുടെ വക്കീലിൻ്റെ കയ്യിൽ. ഈ യാത്ര മുന്നോട്ട് തന്നെ എന്നുള്ള ഉറപ്പുള്ള നേതാവ്. ക്യാമറാമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം പ്രിയങ്ക, TCV ന്യൂസ്. ഇനി ക്രിസ്മസ് വിശേഷങ്ങളുമായി ജിംഗിൾ വെൽസ്. ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായി വിപണി സജീവം. ആഘോഷങ്ങൾക്ക് കൂടുതൽ ഭംഗി നൽകുന്ന ഘടകമായി മാല ബൾബുകൾ മാറിക്കഴിഞ്ഞു. ക്രിസ്തുമസിന് വീടുകളെയും തെരുവുകളെയും ഒരുപോലെ പ്രകാശിപ്പിക്കുന്നതാണ് മാല ബൾബുകൾ. ഇത്തവണ മാല ബൾബിലുമുണ്ട് പുത്തൻ വെറൈറ്റികൾ. ഓരോ വർഷവും പോലെ ഈ വർഷവും ക്രിസ്തുമസ് വിപണി നിറഞ്ഞു നിൽക്കുന്നത് പുതിയ മാല ബൾബുകളുടെ വൈവിധ്യങ്ങളോടെയാണ്.
ഇത്തവണ വിപണിയിലെത്തിയ മാലബൾബുകളിൽ പഴയതിൽ നിന്ന് വ്യത്യസ്തമായ നിരവധി പുതുമകളാണ് കാണാനാകുന്നത്. ഒരേ മാലയിൽ തന്നെ പല നിറങ്ങൾ മാറി മാറി തെളിയുന്ന രീതിയിലുള്ള ബൾബുകൾക്ക് വലിയ ഡിമാൻഡാണ്. റണ്ണിംഗ് ലൈറ്റ്, വേവ് പാറ്റേൺ, ബ്ലിങ്കിംഗ് മോഡ് എന്നിവയിലൂടെ വെളിച്ചം ചലിക്കുന്നത് പോലെ അനുഭവപ്പെടുന്ന മാലബൾബുകളാണ് ആളുകൾ കൂടുതൽ തിരഞ്ഞെടുക്കുന്നത്. വീടിന്റെ അകത്തും പുറത്തും ഒരുപോലെ അലങ്കാരമായി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ചേട്ടാ, ഇത്തവണ എന്തൊക്കെയാണ് മാലബൾബിൽ വെറൈറ്റി? ഈ പ്രാവശ്യം വന്നത് ഇത് പുതിയ മോഡൽ സൂക്കർ ക്യാൻ, അതുപോലെ ജെല്ലി ഐറ്റം, റോക്കറ്റ്, ഇതുപോലെ RGB മാല ബൾബ്, പിന്നെ റോൾ ഐറ്റം, അങ്ങനത്തെ പുതിയ ക്രിസ്റ്റൽ ഐറ്റം, റോൾ സ്റ്റാർ ഒക്കെ ഉണ്ട്, ഫ്ലവർ ടൈപ്പ്, ബോട്ടിൽ ടൈപ്പ്, ആಮೇಲೆ സ്റ്റാർ, ട്രീ ഉണ്ട്, ഐസ് ടൈപ്പ് ഉണ്ട്. എത്രയാണ് റേറ്റിംഗ്? സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ എത്രയാണ്? സ്റ്റാർട്ടിങ് LED ടൈപ്പ് ആണ്. 50 രൂപ സ്റ്റാർട്ടിങ്. 50 രൂപ, 100 രൂപ, 200, 300, 400, 450, 650 വരെ ഉണ്ട്. എവിടെ നിന്നാണ് കൊണ്ടുവരുന്നത്? ഇത് നമ്മുടെ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നത്, ചൈന. എല്ലാം ബോംബെയിൽ നിന്നാണോ? ബോംബെ, ഡൽഹി, മദ്രാസ് അങ്ങനെ. സാധാരണ LED മാലബൾബുകൾ കുറഞ്ഞ വിലയിൽ തന്നെ ലഭിക്കുമ്പോൾ കൂടുതൽ ഡിസൈനും റിമോട്ട് സംവിധാനവും ഉള്ളവയ്ക്ക് അല്പം വില കൂടുതലാണ്. എന്നാൽ ദീർഘകാലം ഉപയോഗിക്കാനാകുന്നതും വൈദ്യുതി ലാഭിക്കാവുന്നതുമാണിവ. ഇത്തവണ ക്രിസ്മസ് കളറാക്കാൻ ധാരാളം മാലബൾബുകളാണുള്ളത്. ഇങ്ങനെ വെളിച്ചത്തിന്റെയും ആഘോഷങ്ങളുടെയും നിറങ്ങളുമായി ക്രിസ്മസ് വിപണി സജീവമാണ്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. കേടുകൂടാതെ അടർത്തി മാറ്റി സൂക്ഷിക്കാവുന്ന വ്യത്യസ്തമായ പുൽക്കൂടുകൾ മാളയിൽ നിന്ന് കടൽ കടന്ന് യൂറോപ്പിലെത്തി. മാള മാരേക്കാട് സ്വദേശി പാലക്കൽ വീട്ടിൽ ലെനിൻ ജോയും കുടുംബവും ഒരുക്കിയ പുൽക്കൂടുകളാണ് വിദേശത്തേക്ക് പറന്നത്. ക്രിസ്മസിനായി ഓരോ വർഷവും പുൽക്കൂട് നിർമ്മിക്കുമ്പോഴും വ്യത്യസ്തമായിരിക്കണമെന്ന നിശ്ചയത്തിലാണ് ഈ കുടുംബം. പൂർണ്ണമായി പ്ലാസ്റ്റിക് ഒഴിവാക്കി ഒറ്റമുറി വീടിന്റെ ചുറ്റും സൗകര്യമൊരുക്കിയാണ് കൂട് നിർമ്മാണം. ഗ്രാഫിക് ഡിസൈനറായ ലെനിൻ ജോയ്, ഭാര്യ നീനു, അമ്മ അമ്മിണിയും ചേർന്നാണ് പുൽക്കൂടുകൾ നിർമ്മിക്കുന്നത്. തുണി, തെർമോകോൾ, HD ഷീറ്റ്, ചകിരിച്ചോർ, സിമന്റ്, പശ എന്നിവയാണ് ഉപയോഗിക്കുന്നത്. പുൽക്കൂടിന് 1.25 കിലോ മാത്രമാണ് തൂക്കം. ഒരു പുൽക്കൂടിനായി 30ഓളം കാന്തങ്ങളാണ് ഉപയോഗിക്കുന്നത്. ആവശ്യം കഴിഞ്ഞാൽ ഷീറ്റുകളാക്കി മാറ്റിവെക്കാനും കൂട്ടിയിണക്കാനും കഴിയുമെന്നതാണ് ഈ പുൽക്കൂടുകളുടെ പ്രത്യേകത. തുണിയും സിമന്റും ഉപയോഗിച്ച് ഭാരം കുറവുള്ള ഉരുണ്ട പുൽക്കൂടും ഇവർ ഒരുക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാളിൽ സിമന്റിൽ മുക്കിയെടുത്ത തുണി വിരിച്ചിടും. സിമന്റ് വലിഞ്ഞു കഴിഞ്ഞാൽ ബാളിന്റെ വായു ഒഴിവാക്കിയാണ് നിർമ്മാണം. ഇത്തരത്തിലുള്ള പുൽക്കൂട് തൂക്കിയിടാൻ കഴിയുമെന്നതാണ് ഈ കൂടുകളുടെ സവിശേഷത. അനുയോജ്യമായ നിറങ്ങൾ നൽകി രൂപങ്ങളും ദീപാലങ്കാരങ്ങളും കൂടുകളിൽ ഒരുക്കും. ഒരു പുൽക്കൂട് ഒരുക്കാൻ പല ഘട്ടങ്ങളിലായി 5 ദിവസം വേണ്ടിവരും. ഒരു ദിവസം 50ഓളം പുൽക്കൂടുകളാണ് ഉണ്ടാക്കുന്നത്. കോവിഡ് കാലത്ത് ഗ്രാഫിക് ഡിസൈനർ ജോലി കുറഞ്ഞപ്പോൾ പരീക്ഷിച്ച ആശയം ഇപ്പോൾ UK, ജർമ്മനി, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിലേക്ക് കൂടുകൾ കയറ്റി അയക്കുന്ന സംരംഭമായി വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. TCV ന്യൂസ്, മാള. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,400 രൂപ, പവന് 99,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. തൃശൂർ കോർപ്പറേഷൻ മേയറെ നിശ്ചയിക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. ലാലി ജെയിംസ്, സുബി ബാബു, നിജി ജസ്റ്റിൻ എന്നിവർ പരിഗണന. വാളയാറിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൊല്ലപ്പെട്ട ഛത്തീസ്ഗഡ് സ്വദേശി റാം നാരായണന്റെ കുടുംബത്തിന് 10 ലക്ഷത്തിൽ കുറയാത്ത തുക നഷ്ടപരിഹാരമായി നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നതായി മന്ത്രി കെ രാജൻ. BJP, RSS ക്രിമിനലുകളാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മന്ത്രി R ബിന്ദു. റാം നാരായണന്റെ മൃതദേഹം വിമാനമാർഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്തിയ 2ാം പ്രതി മാർട്ടിന്റെ വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ 3 പേർ കൂടി അറസ്റ്റ്. തൃശൂർ
എറണാകുളം, ആലപ്പുഴ സ്വദേശികളാണ് പിടിയിലായത്. ലക്കിടി മിത്രാനന്തപുരത്ത് സ്കൂട്ടറും ടോറസ് ലോറിയും കൂട്ടിയിടിച്ച് അമ്മയ്ക്കും മകൾക്കും ദാരുണാന്ത്യം. തിരുവല്ലോമല ഒരല്ലാശ്ശേരി സ്വദേശി ശരണ്യ, മകൾ ആദിശ്രീ എന്നിവരാണ് മരിച്ചത്. ചന്ദ്രാപിന്നി ചാമക്കാലയിൽ കാർ മറിഞ്ഞ് വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ കാർ ഡ്രൈവർ അറസ്റ്റിൽ. ബീച്ച് റോഡിൽ സാഹസികമായി വാഹനമോടിച്ച ഷജീറാണ് അറസ്റ്റിലായത്. തൃശൂർ നഗരമധ്യത്തിൽ വൻ തീപിടുത്തം. ഒരു വീട് പൂർണ്ണമായും, 2 വീടുകൾ ഭാഗികമായും കത്തി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.